യൂത്ത് ലീഗ് സിന്ദാബാദ്. യൂത്ത് ലീഗ് സിന്ദാബാദ്. പ്രതിഷേധം യൂത്ത് ലീഗിൻ പ്രതിഷേധം. പോരാട്ടം ഇത് പോരാട്ടം. നീതിക്കായി പോരാട്ടം. അണിനിരത്തുന്ന സോദരരെ, നാട്ടുകാരെ നിങ്ങൾ അറിഞ്ഞ് ഏതാനും ചില ഡോക്ടർമാർ കാട്ടിക്കൂട്ടിനതമ്മാടിത്തം. ചികിത്സ നിഷേധം അറിഞ്ഞില്ലേ? CCTV കണ്ടില്ലേ? ധിക്കാരിയായ ഒരു ഡോക്ടർ സാർ നിന്ന് കയർത്തത് കണ്ടില്ലേ? നമ്മുടെ നാടിന്റെ അപമാനം. സമരം സിന്ദാബാദ്. ഡ്യൂട്ടിയിലുള്ള ജയിൻ ഡോക്ടർ ഫോണും ചെവിയിൽ തിരുകി വെച്ച് കസേരയിലിരുന്ന് കളിക്കുന്നു. അപകടത്തിൽപ്പെട്ടൊരു രോഗി. കാലിൽ വാഹനം കയറി ചതഞ്ഞ കാലുമായി വന്നപ്പോൾ നോക്കുക പോലും ചെയ്യാതെ വിട്ടുകളഞ്ഞത് അറിഞ്ഞില്ലേ? കുറച്ച് ഓവറായിട്ടുള്ള ഒരു പ്രശ്നമുണ്ട് ഈ ഡോക്ടർക്ക്. അല്ല ഡോക്ടർ അറിയിക്കുന്ന ആൾക്കാരുണ്ടല്ലോ, ഡോക്ടർ ശിങ്കുടികൾ ഉണ്ടാവുമല്ലോ. അങ്ങനെ സംസാരിച്ച് കുറെ പറഞ്ഞതാണ്. ഒരു മാറ്റമില്ല. കുറെ ഈ ഡോക്ടർ പറഞ്ഞാണ്. ഞങ്ങൾ ഉത്തരവാദിത്തപ്പെട്ട ഒരുപാട് വട്ടം ഈ 2-3 ആൾക്കാർ പോയി സംസാരിച്ചിട്ട് യാതൊരു ജനങ്ങൾക്ക് യാതൊരു അധികാരം കൊടുത്തില്ല. ഇപ്പൊ ഞങ്ങളെ പവർ വെച്ചു ഈ വരവ് ഇങ്ങനെ ആവുന്ന വരെന്ന് സൂചിപ്പിച്ചു. ഇപ്പൊ ഞങ്ങൾ പോയാൽ ഇനി ഇങ്ങനെ ആവുന്ന ഡോക്ടർ വരാം. ഡോക്ടർ ഞങ്ങൾ കൈകാര്യം ചെയ്യുന്നത് അതിന് അങ്ങനെ പറഞ്ഞതിന്റെ പേരിൽ ഒരുപാട് പ്രക്ഷോഭം ഉണ്ടാക്കിയതാണ് ഡോക്ടർ. നിങ്ങൾ ഇതായിട്ട് വന്നു ബാംഗ്ലൂർ തടഞ്ഞു കേട്ടോ. ഞങ്ങൾക്ക് ഞങ്ങൾ പോലീസ് സ്വന്തം
നിലക്കും രോഗിക്ക് ഒരു ചികിത്സ നൽകാൻ ഈ ബന്ധപ്പെട്ട ആളുകളൊക്കെ അവര് വന്ന് സംസാരിക്കും. അങ്ങനെ താലൂക്ക് സഭ പ്രമേയം അവതരിപ്പിക്കും. അങ്ങനെ നിരന്തരം സംഗതികൾ ഉണ്ടായിട്ടും ആരോഗ്യ വകുപ്പോ അല്ലെങ്കിൽ ആശുപത്രി അധികൃതരോ അദ്ദേഹത്തിനെതിരെ നടപടി സ്വീകരിക്കുന്നില്ല. ഇന്നിപ്പോ ദൃശ്യങ്ങളടക്കം അതിനൊന്നും ഈ പറഞ്ഞ സംഗതികൾക്കൊന്നും അന്ന് ദൃശ്യങ്ങളുണ്ടായി. ഇന്ന് ദൃശ്യങ്ങളടക്കം ആ ഡോക്ടർ ആ രോഗിയെ തിരിഞ്ഞു നോക്കിയിട്ടില്ല എന്നുള്ളത് കൃത്യമാണ്, വ്യക്തവുമാണ്. അതുകൊണ്ട് തന്നെ അദ്ദേഹത്തിനെതിരെ നടപടി സ്വീകരിക്കണം എന്നുള്ളതാണ് ഞങ്ങൾ ആവശ്യം. ഒന്ന്. രണ്ടാമത്തത്, ഇതുപോലെ തന്നെയാണ് ജനുവരി 2 ഒരു മരണം സംഭവിച്ചു, അബൂബക്കർ മുസ്ലിയാർ എന്ന് പറയുന്നത്. ആ അബൂബക്കർ മുസ്ലിയാരുടെ വിഷയത്തിലും അന്ന് CCTV ഉണ്ടായില്ല എന്നുള്ളത് കൊണ്ട് തന്നെ ആ മരണം തേച്ചു മായ്ക്കപ്പെട്ടു. ഫെബ്രുവരി 13 CPM-ന്റെ ലോക്കൽ കമ്മിറ്റി സെക്രട്ടറി ആയിട്ടുള്ള ഗോപാലിന്റെ അനിയൻ സഹോദരൻ കുറുപ്പേടത്ത് വാസു, അദ്ദേഹം ഇവിടുന്ന് ചികിത്സ കിട്ടാതെ മരണപ്പെട്ടു. ആ വിഷയത്തിലും ആരോഗ്യമന്ത്രിന്റെ അടുത്ത് പരാതി ഉണ്ടായിട്ടും ഇതുവരെ ഒരു നടപടിയോ നടപടി പോലും സ്വീകരിച്ചില്ല. ഈ CCTV തകരാറുള്ള സമയത്തല്ല ഈ സംഗതികളൊന്നും നടക്കുന്നത്. ഇതൊക്കെ കൃത്യമായി CCTV ഉള്ള സമയത്ത് നടന്ന മരണമായിട്ട് പോലും. ഈ വാസുവേട്ടന്റെ കാര്യം അദ്ദേഹത്തിന്റെ കുടുംബം വിശദീകരിക്കുന്നു കേട്ടപ്പോൾ ഞങ്ങൾ പോലും കരഞ്ഞുപോയി. കാരണം എന്താ വെച്ചാൽ നടന്നു വന്ന ഒരാൾ കാല് വെച്ചുത്തിയിട്ട് നടന്നു വന്ന് ഒരു തരിപ്പുണ്ട് എന്ന് പറഞ്ഞ് വന്ന ഒരു രോഗിയെ അവസാനം പൂർണ്ണമായും കുഴഞ്ഞു എന്ന് മാത്രമല്ല, ഏകദേശം രാവിലെ 6 മണി മുതൽ 3 മണി വരെ കാഷ്വാലിറ്റി കെടുത്തിയിട്ട് ഒരു ചികിത്സയും ആ മനുഷ്യനും കൊടുത്തില്ല. അവസാനം ഡോക്ടറേറ്റ് തർക്കിച്ച് അവരെ ഇറങ്ങിപ്പോകുന്ന സാഹചര്യം ഉണ്ടായി. MKH-ൽ നിന്ന് പറഞ്ഞ് പിടുത്തം വിട്ടിട്ടുണ്ട്, നിങ്ങൾ മെഡിക്കലിലേക്ക് കൊണ്ടുപോയിക്കോളും. മെഡിക്കലിലെത്തി അദ്ദേഹം മരണപ്പെട്ടു. ആ മയ്യത്ത് വെച്ച് ഇവിടെ സമരം ചെയ്യേണ്ടതായിരുന്നു. പക്ഷെ അദ്ദേഹത്തിന്റെ ഭാര്യ എതിർത്തത് കൊണ്ട് മാത്രമാണ് ഈ ആശുപത്രിയിൽ ഈ രൂപത്തിൽ ആ സമരം നടക്കാതിരുന്നത്. എത്ര പേരെ കൊന്നാലാണ് ഇനി ഞങ്ങൾക്ക് നല്ലൊരു ചികിത്സ കിട്ടുന്നത്? എത്ര പേരെ കൊല്ലണം? അതല്ല, ഇനി നിങ്ങൾക്ക് ക്യാഷാണ് പ്രശ്നമെങ്കിൽ അത് പിരിവെടുത്ത് നൽകാൻ യൂത്ത് ലീഗ് തയ്യാറാണ്. നിങ്ങൾ ഈ സ്വകാര്യ ആശുപത്രികളിൽ നിന്നും വാങ്ങുന്ന പണം എത്രയാണ്? എത്ര കോടികളാണെങ്കിലും ഞങ്ങളുടെ നാട്ടിലെ പാവപ്പെട്ടവർക്ക് ചികിത്സ ലഭിക്കാൻ വേണ്ടിയിട്ട് ഏതറ്റം വരെ പണമാണ് ആവശ്യമെങ്കിൽ ആ പണം ഞങ്ങൾ പിരിവെടുത്ത് തരാം. എന്നാൽ പോലും ഈ പാവപ്പെട്ടവരെ എങ്ങനെ ഉപദ്രവിക്കരുത് എന്ന അഭ്യർത്ഥനയാണ് ഞങ്ങൾക്കുള്ളത്. അതുകൊണ്ട് തന്നെ ഈ കുറ്റക്കാരായ ഡോക്ടർമാർക്കെതിരെ ശക്തമായ നടപടി വേണം എന്ന് ആവശ്യപ്പെട്ട് ഒരു നിവേദനം സൂപ്രണ്ടിന് നൽകാനായിരുന്നു വന്നത്. പക്ഷെ സൂപ്രണ്ട് ഇല്ലാത്തത് കൊണ്ട്. അത് മാത്രമല്ല, ഒരു ഉത്തരവാദിത്തപ്പെട്ട ആളോട് ഈ പരാതി പറയാൻ തന്നെ ഒരു സൂപ്രണ്ട് പാടില്ല. അത്രക്ക് പ്രയാസത്തിലാണ് ഈ ആശുപത്രി. ഏറ്റവും കൂടുതൽ ഭൗതിക സൗകര്യങ്ങളും നല്ല മികച്ച നിലയിൽ പ്രവർത്തിക്കുന്നതുമായ ഒരു ആശുപത്രിയായിരുന്നു. എന്നാൽ ഏതാനും ചില ഡോക്ടർമാരുടെ ഇത്തരത്തിലുള്ള പ്രവൃത്തി കൊണ്ട് വളരെ ചീത്ത പേരിലേക്കാണ് കാര്യങ്ങൾ പോയിക്കൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഈ വിഷയത്തിൽ കർശന നടപടി ഉണ്ടാകുന്നത് വരെ ഞങ്ങൾ പ്രതിഷേധവുമായി മുന്നോട്ട് പോകാനാണ് ഞങ്ങൾ തീരുമാനം. ഇതിലെന്താ വിഷയം? ഇതുവരെ ഇവിടുന്ന് പോയ റിപ്പോർട്ടുകളൊക്കെ പൊള്ളത്തരാണ്. റിപ്പോർട്ട് വരെ കൊടുക്കുന്ന ഡോക്ടർമാരെ സംബന്ധിച്ചിടത്തോളം കൃത്യമായി റിപ്പോർട്ട് പോകണ്ടേ? അതുകൊണ്ട് ഇവിടെയാണ് ഈ വിഷയം ഞങ്ങൾക്ക് ഞങ്ങളുടെ ആശുപത്രിന്റെ കാര്യത്തിൽ നോക്കാം. മുകളിൽ എന്ത് സംഭവിക്കുന്നു എന്ന് പറഞ്ഞില്ല. സൂപ്രണ്ട് എല്ലാ ദിവസവും നമുക്ക് പറയാൻ അതെ, കഴിഞ്ഞ ദിവസം ഒരു ഫ്ലക്സ് ആ മക്കളും ഭാര്യയൊക്കെ കരയുന്നു. കാരണം നടന്നു വന്ന ഒരു രോഗിയെ കൊന്നിട്ടാണ് അവിടെ കൊടുക്കുന്നത്. എത്രത്തോളം പ്രയാസമാണെന്ന് മനസ്സിലാക്കും. സാഹചര്യം ഉണ്ടാക്കിയിട്ടുണ്ട്. നിങ്ങളൊരു പുറത്തേക്ക് ഇറങ്ങും, നിങ്ങളെ സമരം ആ രീതിയിൽ നടത്തും. അല്ലാതെ ഇവിടെ വേണ്ട സാർ, ഞങ്ങൾ സൂപ്രണ്ട് പറഞ്ഞാൽ മതി. ഞങ്ങൾ വണ്ടി വിളിക്കട്ടെ. ആളൊന്നും പറഞ്ഞാൽ കേട്ടില്ല സാർ. മൂപ്പർക്ക് കഴിഞ്ഞാൽ സൂപ്രണ്ട് പറഞ്ഞോട്ടെ. സ്വീകരിച്ച് സൂപ്രണ്ട്
മനഃപൂർവ്വം മുങ്ങിയതാണ്. അതുകൊണ്ടാണ് ഈ പറയുന്നത്. സൂപ്രണ്ട് മുങ്ങിയ ഒരു അല്ല നിങ്ങൾ ഇവിടെ വരാറുണ്ട് സാർ. സൂപ്രണ്ട് അതല്ല സാർ, 2 കൊല്ലമായിട്ട് ആൾമാറാട്ടം നടക്കണേ ആശുപത്രിയുടെ ഉള്ളിൽ. ഈ 2 കൊല്ലമായിട്ട് ആൾമാറാട്ടം നടത്തിട്ട് പിന്നെ അതിന്റെ നടപടി എടുക്കാൻ കിടന്നാളെ തിരൂരങ്ങാടി താലൂക്ക് ആശുപത്രിയിലെ ചികിത്സാ നിഷേധവുമായി ബന്ധപ്പെട്ട് നിരന്തരം പരാതികൾ ഉയർന്നു വരുന്ന സാഹചര്യമാണുള്ളത്. കഴിഞ്ഞ ദിവസം വിവിധ ചാനലുകൾ ഇതിൻ്റെ ദൃശ്യങ്ങൾ പുറത്തുവിടുകയുണ്ടായി. CCTVയുടെ AR നഗറിൽ നിന്നും അപകടത്തിൽ പറ്റി ഇവിടെ ചികിത്സക്കെത്തിയ ഒരു അമ്മക്കും മകൾക്കും ചികിത്സ നിഷേധിക്കുന്ന ഒരു സാഹചര്യമാണ് ഉണ്ടായത്. ഈ വിഷയത്തിൽ കുറ്റക്കാരായ ഡോക്ടർക്കെതിരെ ശക്തമായ നടപടി സ്വീകരിക്കണമെന്നാവശ്യപ്പെട്ടാണ് യൂത്ത് ലീഗിൻ്റെ നേതൃത്വത്തിൽ ഇന്ന് ഇവിടെ പ്രതിഷേധ സമരം നടത്തിയത്. ആ സമരത്തിൽ സ്വാഭാവികമായിട്ടും അതിൽ നടപടി സ്വീകരിക്കുക എന്നുള്ളതായിരുന്നു യൂത്ത് ലീഗിൻ്റെ ലക്ഷ്യം. അപ്പോൾ പിടിച്ചു മാറ്റുന്നതിനിടയിലും മറ്റൊക്കെ അപകടത്തിൽ ചെറിയൊരു പരിക്കേറ്റുകയുണ്ടായി. ഇതിൽ ഏറ്റവും പ്രധാനമായിട്ട് ഞങ്ങൾക്ക് പൊതുസമൂഹത്തോട് പറയാനുള്ളതും ഇവിടുത്തെ തിരൂരങ്ങാടി താലൂക്ക് ആശുപത്രിയിലെ എല്ലാ ഡോക്ടർമാരെയും കുറ്റം പറയാൻ ഞങ്ങൾ ഒരിക്കല്ല, എന്നാലും ചില ഡോക്ടർമാരോട് പറയാൻ ഞങ്ങൾക്കുള്ളത്, ഇത് എന്തുകൊണ്ടാണ് നിങ്ങൾ ഈ തരത്തിൽ പാവപ്പെട്ട രോഗികൾക്ക് കിട്ടേണ്ട ചികിത്സ ഇല്ലാതെ ആക്കുന്നത് എന്ന് മനസ്സിലാകുന്നതില്ല. അഥവാ നിങ്ങൾ കൈക്കൂലിയാണ് ആഗ്രഹിക്കുന്നതെങ്കിൽ അത് എത്ര രൂപയാണെങ്കിലും അത് പിരിച്ചു നൽകാൻ യൂത്ത് ലീഗ് തയ്യാറാണ്. അങ്ങനെയെങ്കിലും ഈ പാവപ്പെട്ട നാട്ടുകാരായ ഇവിടെ വളരെ സാധാരണക്കാരായ ജനങ്ങൾ തിങ്ങിപ്പാർക്കുന്നൊരു പ്രദേശമാണ്. ഈ പ്രദേശത്തെ ജനങ്ങൾ ഇവിടെ വരുന്നത് ചികിത്സ ലഭിക്കും എന്നുള്ള ലക്ഷ്യത്തിലാണ്. ഈ ആശുപത്രിയുടെ ഭൗതിക സൗകര്യങ്ങൾ നിങ്ങളെല്ലാവരും കാണുന്നുണ്ട്. എന്നാൽ ആ സൗകര്യങ്ങളിൽ അണുമണി തൂക്കം പോലും ഞങ്ങളുടെ ഇവിടുത്തെ നാട്ടുകാർക്ക് ലഭിക്കുന്നില്ല. എല്ലാ ദിവസവും ഇവിടെ നിന്നും വിവിധ തരത്തിലുള്ള വിവാദങ്ങൾ ഉയർന്നു വരികയാണ്. ജനുവരി 2 ഈ വർഷം ആരംഭത്തിൽ തന്നെ ജനുവരി 2 മൂന്നിയൂർ കുന്നത്തുപറമ്പ് സ്വദേശിയായ അബൂബക്കർ മുസ്ലിയാർക്ക് ജീവൻ നഷ്ടപ്പെട്ടു. ജനുവരി 8 മൂന്നിയൂരിലെ തന്നെ ആലുങ്ങൽ സ്വദേശിയായ മണക്കടവൻ ഷാവുൽ അമീദ് ഷക്കീല ദമ്പതികളുടെ 1 വയസ്സുള്ള കുട്ടിയുടെ വിരൽ വാതിലിനടിയിൽ കുടുങ്ങി. ഇവിടെ ചികിത്സയ്ക്ക് എത്തിയപ്പോൾ അവർക്കും ചികിത്സ ലഭിക്കാത്ത ഒരു സാഹചര്യമുണ്ടായി. അതിനുശേഷം അത് ചൂണ്ടിക്കാട്ടിയ ഒരു യുവാവിനെതിരെ ഡോക്ടർ തന്നെ പോലീസിൽ പരാതി കൊടുത്തു. ജാമ്യമില്ലാ വകുപ്പ് പ്രകാരം പോലീസ് കേസെടുക്കുന്ന സാഹചര്യം വരെ ഉണ്ടായി. അതിനുശേഷം ഫെബ്രുവരി 13 CPMൻ്റെ ലോക്കൽ കമ്മിറ്റി സെക്രട്ടറി, നന്നമ്പ്രയിലെ ലോക്കൽ കമ്മിറ്റി സെക്രട്ടറി ആയിട്ടുള്ള സഖാവ് ഗോപാലേട്ടൻ്റെ സഹോദരൻ സഖാവ് വാസുവിന് ജീവൻ നഷ്ടപ്പെട്ടു. അയാൾ നടന്നാണ് ആശുപത്രിയിൽ വരുന്നത്. നടന്ന ആശുപത്രിയിൽ വന്ന് ആ രോഗി അവിടെ ബെഡിൽ കിടന്നു. പിന്നീട് വിരലിൻ്റെ ചലനം നിന്നു, കാലിൻ്റെ ചലനം നിന്നു,
കയ്യിൻ്റെ ചലനം നിന്നും അങ്ങനെ ശരീരഭാഗം ഓരോന്നും തളരുമ്പോൾ ഈ ഡോക്ടറോട് ചെന്ന് സംസാരിച്ചിട്ട് ആ ഡോക്ടറെ പരിശോധിക്കാൻ പോലും തയ്യാറായില്ല എന്നാണ് പറയുന്നത്. ഇതിൽ നിന്നും CCTV ദൃശ്യങ്ങൾ ജനങ്ങൾക്ക് ലഭ്യമല്ലായിരുന്നു. മുഖ്യധാര മാധ്യമങ്ങൾ ഇന്നലെ ഈ CCTV ദൃശ്യം പുറത്തുവിട്ടതോടുകൂടി ഇവിടെ നടക്കുന്നത് എന്താണ് എന്നുള്ളത് കൃത്യമായി ബോധ്യപ്പെടുന്ന ഒരു സാഹചര്യമുണ്ടായി. അതുകൊണ്ട് തന്നെ ആ കുറ്റക്കാരനായ ഡോക്ടർക്കെതിരെ ഇദ്ദേഹം 7 വർഷത്തോളമായി ഇവിടെ തന്നെ നിൽക്കുകയാണ്. അദ്ദേഹത്തിന് സർക്കാരിലുള്ള സ്വാധീനം എത്രത്തോളമാണെന്ന് നമ്മൾ നോക്കണം. അപ്പോൾ നിരന്തരം ഇയാൾക്കെതിരെ ആരോപണം, ഇയാൾക്കെതിരെ മാത്രമല്ല, ഇവിടെ വിവിധ ഡോക്ടർമാരുണ്ട്. ആ ഡോക്ടർമാരൊക്കെ എന്താണോ അവരെ വിഷയം, ആ വിഷയത്തിൽ അവർ പറയുന്നത്, അവർക്ക് എന്താണ് കൈക്കൂലിയാണ് ആവശ്യമെങ്കിൽ ഞങ്ങളുടെ നാട്ടിലെ ജനങ്ങൾക്ക് വേണ്ടി ഡോക്ടർമാർക്ക് അത് നൽകാൻ ഞങ്ങൾ തയ്യാറാണ്. കാരണം എന്താ വെച്ചാൽ ഈ പാവപ്പെട്ടവരുടെ ജീവനാണ് ഈ നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുന്നത്. ഈ ജീവൻ ഇപ്പോൾ 2 പേരുടെ മരണം ഞങ്ങൾ അറിയേ സംഭവിച്ചു. ഇങ്ങനെ നിരന്തരം സംഭവിച്ചു കൊണ്ടിരിക്കുമ്പോൾ ഈ പാവപ്പെട്ട രോഗികൾ ആരെടുത്താണ് പോവേണ്ടത്? എല്ലാവർക്കും പ്രൈവറ്റിൽ പോയി ചികിത്സിക്കാൻ കഴിഞ്ഞോളന്നില്ല. അതുകൊണ്ട് തന്നെ ഈ വിഷയത്തിൽ കുറ്റക്കാർക്കെതിരെ നടപടി സ്വീകരിക്കണം എന്നുള്ളതാണ് യൂത്ത് ലീഗിന് ആവശ്യപ്പെടാനുള്ളത്.